ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നവംബർ 7 ആണ് കേട്ടോ, ഫ്രൈഡേ. അപ്പം കുട്ടികൾ 7 മണിയാകുമ്പം തന്നെ സ്കൂളിൽ പോവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അല്ലെങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു സമയം നമ്മളെപ്പോഴും കണ്ടെത്തണം കേട്ടോ. മീ ടൈം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളും ഹസ്ബൻഡുമായിട്ടുള്ള കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മളൊന്ന് വെളിയിൽ പോവുക, ജസ്റ്റ് ഒരു പുറത്തൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് വരുന്നത് ഒരു രസമല്ലേ അല്ലേ? പിന്നെ നമ്മൾ പരസ്പരം മനസ്സിലാക്കാനും കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും നമ്മളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഏത് സമയത്തും നമ്മൾ മക്കളുടെ കൂടെ തന്നെ പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. അറിയാം, ചെറിയ കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്കാണെങ്കിലും അച്ഛന്മാർക്കാണെങ്കിലും കറക്റ്റായിട്ട് അറിയാവുന്നതാണ്. അവർ നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കില്ല. അവർ പറയുന്നത് തന്നെ നമ്മൾ കേട്ടിട്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ ഇഷ്ടങ്ങൾ പരസ്പരം മനസ്സിലാക്കാതെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അറിയുന്നുണ്ടാവും. കാരണം കൂടുതലും ഇതുപോലുള്ള ഡൈവോഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് ആർക്കും പരസ്പരം മനസ്സിലാക്കാനോ സംസാരിക്കാനോ ഒന്നുമുള്ള സമയമോ സാഹചര്യമോ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള കുറച്ച് സമയം എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കണ്ടെത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ആ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഫസ്റ്റ് നമ്മളിവിടെ പോയി നോക്കുമ്പോഴത്തേക്ക് ഒരു 5 kg സവാളയ്ക്ക് 100 റുപ്പീസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 5 kg ഒന്നും നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ ഒരു 2.5 kg അത് വാങ്ങിച്ചതിന് ശേഷം തൊട്ടടുത്തൊരു ചെറിയൊരു ചായക്കടയുണ്ട്. മലയാളി ചായക്കടയൊന്നും അല്ല കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ പുറത്തുള്ള ചായക്കടയിൽ നിന്ന് വാങ്ങിക്കും. ഇവിടെയുള്ള ഈ സ്നാക്സിൽ നമുക്കിങ്ങനെ ഉഴുന്നുവട, അതേപോലെ എന്താ പറയുക, പരിപ്പ് വടയൊക്കെ നമ്മുടെ ടേസ്റ്റ് അല്ല, എന്നാലും നല്ല ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിപ്പം വാങ്ങിയത് ഉഴുന്ന് വടയും അതിൻ്റെ ചട്നിയാണ്. അപ്പം അത് ഫസ്റ്റ് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു കടയിൽ നിന്ന് നല്ല ടേസ്റ്റുള്ള ഉഴുന്ന് വടയാണ് ഉണ്ടാവാറുള്ളത്. അതിൽ ഇലകൾ കുറച്ചധികം ആയിരിക്കും കേട്ടോ. അപ്പം ഇലകളാണെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റുണ്ട്. പിന്നെ ഹസ്ബൻഡ് ഒരു പരിപ്പ് വട കൂടെ വാങ്ങിച്ചു. അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സാധനങ്ങളും വാങ്ങി തിരിച്ചു പോന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ.